ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയും രേവതിനെയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ചോദ്യം ചെയ്യാണ് കേട്ടോ, വേറെ ആരെയല്ല, സുധീനെയും ശ്രുതിനെയും. അങ്ങനെ നമ്മുടെ സച്ചി പറഞ്ഞു, ഇവൻ ക്യാഷുമായിട്ട് ഓടിപ്പോയി, ക്യാഷ് കയ്യിൽ വരുമ്പം തിരികെ കൊടുക്കണ്ടേ, ഞാൻ എനിക്ക് വേണ്ടിയല്ല സംസാരിക്കുന്നത്, അച്ഛന് വേണ്ടിയാ, അതുകൊണ്ട് ഇവന്റെ കയ്യിലിരിക്കുന്ന ക്യാഷ് അച്ഛന് തിരികെ കൊടുക്കണം. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര, ഓഹോ എടി, നീ ചാവി കൊടുത്ത് വിട്ടിട്ട് ദേ ഇപ്പൊ കിടന്ന് അഭിനയിക്കല്ലേ, അല്ല അമ്മ എന്താ പറയുന്നത്, ഞാൻ ചാവി കൊടുത്തു വിടുകയാണെന്നോ? സച്ചേട്ടൻ പറയുന്നത് ന്യായമല്ലേ? അല്ലാതെ വേറൊന്നും അല്ലല്ലോ സച്ചേട്ടൻ പറയുന്നത്. ഇദ്ദേഹം അച്ഛന് ക്യാഷ് കൊടുക്കാനില്ലേ, ക്യാഷ് തിരികെ കൊടുക്കുന്ന സത്യം ചെയ്തത് അമ്മേനെ കൊണ്ട് തന്നെയല്ലേ, അത് ഞാനും കേട്ടായിരുന്നു. അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു, രേവതി നീ ഇപ്പൊ പറഞ്ഞതാണ് പോയിന്റ്, അച്ഛന് തരാനുള്ള ക്യാഷ് മേടിച്ച് അച്ഛൻ ബാങ്കിലിട്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ സച്ചി, എൻ്റെ പണം എടുത്തത് ഏതോ ഒരു പെണ്ണെടുത്ത് ചതിച്ച് കയ്യിലാക്കിയതല്ലേ, ഇത് ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത ക്യാഷ് അല്ലേ, അത് ഞാൻ മേടിക്കുന്ന തെറ്റല്ലേ, അത് നാണക്കേടല്ലേ? ഓ അച്ഛ, എന്ത് നാണക്കേട്? നാണക്കേടൊന്നുമില്ല, അച്ഛൻ ഇങ്ങനെ നല്ലവനായതുകൊണ്ടാണ് എല്ലാവരും അച്ഛനെ പറ്റിക്കുന്നത്, ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. സച്ചി മോനെ, പറ്റിക്കുന്നവർ എന്നെ പറ്റിച്ചോട്ടെ, കുഴപ്പമില്ല, ദേ ഞാൻ എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ജീവിച്ചോളാം, അതുപോലെ പ്രവർത്തിച്ചോളാം. ഈ ക്യാഷ് എനിക്ക് വേണ്ട, ഇത് മേടിച്ചാലേ അതൊരിക്കലും ദഹിക്കില്ല മോനെ, ദഹിക്കില്ല. ഇത് ശ്രുതിയുടെ അച്ഛൻ കഷ്ടപ്പെട്ട് ചോര നീരാക്കിയ പൈസയാണ്. ആണല്ലോ, ഞാൻ കഷ്ടപ്പെട്ട പൈസ, അതെനിക്ക് കിട്ടട്ടെ, അത് ഞാൻ കിട്ടുമ്പോഴേക്കും മേടിച്ചോളാം. അപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞത്, അത് പിന്നെ അച്ഛ ക്ഷമിക്കണം അച്ഛ, ഞാൻ അച്ഛന് ക്യാഷ് തന്നോളാം, പറഞ്ഞല്ലോ, ഇത് പക്ഷേ ശ്രുതിയുടെ അച്ഛന് അയച്ച ക്യാഷ് അല്ലേ, ഇതെങ്ങനെയാ അച്ഛന് ഞാൻ തരുന്നത്, ക്ഷമിക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, ആഹാ എടാ നിർത്തണ നിന്റെ ഓരോ ന്യായങ്ങള്. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, മോനെ സച്ചി, നീ എന്തിനാടാ ഇങ്ങനെ കിടന്ന് ചലിക്കുന്നത്, നീ ആദ്യം നിർത്ത്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ശ്രുതിയുടെ അച്ഛൻ അയച്ച പൈസ വേണ്ട. അപ്പോഴത്തേക്കുമാണ് ശ്രുതി പറഞ്ഞത്, താങ്ക് യു അച്ഛാ, ദേ ഇതുകൊണ്ട് ബിസിനസ് നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, ഇതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ബിസിനസ് നടത്തും, അങ്ങനെ നടത്തിയിട്ട് അച്ഛന് കൊടുക്കാനുള്ള ക്യാഷ് തിരികെ കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്കാണ് ചന്ദ്ര, എൻ്റെ മോൻ പറഞ്ഞത് കേട്ടോ രവിയേട്ടാ, ഇതാണ് നല്ല മനസ്സുള്ള എൻ്റെ മോന്. അപ്പോഴത്തേക്കാണ് ശ്രുതി പറഞ്ഞത്, ഇനിയൊരു 25 ലക്ഷം കൂടി വരാനുണ്ട്, തരാനായിട്ട് ടോട്ടൽ എടുത്ത് വെച്ചത് 50 ലക്ഷം രൂപയാ, 25 ലക്ഷം രൂപ പെട്ടെന്ന് തന്നെ അയച്ചു തരാന്നാ ഇളയച്ചൻ പറഞ്ഞത്. അപ്പൊ പിന്നെ 50 ലക്ഷം ആവൂല്ലോ. ഇതുകൂടെ കേട്ടപ്പോഴത്തേക്കും ചന്ദ്രയുടെ മനസ്സിൽ എട്ടുപൊട്ടുകയാണ് കേട്ടോ. ആണോ മോളെ, സത്യമാണോ? അതെ ആന്റി, ഏതായാലും ആ പൈസയും കൂടെ വന്നു കഴിഞ്ഞാലേ വലിയൊരു ബിസിനസ് തുടങ്ങാനാ പ്ലാന്. ഉടനെ തന്നെ 25 ലക്ഷം വരും. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ആണല്ലേ, ഓ എനിക്ക് ആശ്വാസമായി, ഏതായി പൂജകളൊക്കെ ചെയ്തിട്ട് നഷ്ടം വന്നില്ലല്ലോ. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറഞ്ഞത്, ദേ ഇവിടെ എല്ലാവരും എൻ്റെ ഭർത്താവിനെ പുച്ഛിക്കല്ലായിരുന്നോ, നോക്കിക്കോ, ഇനി എൻ്റെ ഭർത്താവ് വെച്ചടി വെച്ച് കയറും, എൻ്റെ ഭർത്താവിന് ഇനി നേട്ടങ്ങൾ മാത്രമായിരിക്കും, കോട്ടങ്ങൾ എൻ്റെ ഭർത്താവിന് തട്ടാൻ പോകുന്നില്ല. ദേ ഇനി ശ്രുതിയെക്കുറിച്ച് ആരും ഇവിടെ ഒന്നും പറയണ്ട, ആരും ശ്രുതിയെ കളിയാക്കോ കുറ്റപ്പെടുത്തുകയോ ചെയ്യരുത്, അതെനിക്കിഷ്ടമല്ല. എൻ്റെ ശ്രുതി ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ വിജയിക്കും, അതെനിക്ക് ഉറപ്പായ കാര്യം തന്നെയാണ്. ആൻറ്റി, ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഇനി മുതൽ വീട്ടു ചെലവിന് മറ്റുള്ളവർ തരുന്നതിന്റെ ഡബിള് ഞങ്ങൾ തരും, ആരും ഞങ്ങളെ കുറച്ച് കാണണ്ട. അപ്പോഴത്തേക്കും ശ്രുതിയല്ല ചന്ദ്ര പറഞ്ഞു, നീ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം, ഇവൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട സച്ചി, അവൻ വായിക്ക് വരുന്നതെല്ലാം വിളിച്ചു പറയും. എന്തായാലും ആന്റിക്ക് സന്തോഷമായി, നിന്റെ അച്ഛൻ വിളിക്കുന്നില്ല വരുന്നില്ല, നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടോ എന്ന് പോലും ഞാൻ സംശയിച്ചിരുന്നു, ഇപ്പോഴാ മോളെ സമാധാനമായത്, നിനക്ക് അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. ഹോ, ആശ്വാസമായി, ഇന്നൊന്ന് കിടന്നുറങ്ങണം, ഇത്രയും ദിവസം എനിക്ക് ഉറക്കമില്ലായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞ, അല്ല അതൊക്കെ പോട്ടെ, എടാ സുധി, നീ ഇതും കൊണ്ട് എന്ത് ബിസിനസ് തുടങ്ങാനാ പോകുന്നത്, അത് പിന്നെ ഇത്രയും പൈസ കൊണ്ട് എന്ത് ബിസിനസ്സും തുടങ്ങാമല്ലോ. കറക്റ്റായിട്ട് നിനക്ക് അറിയത്തില്ലല്ലേ? അത് പിന്നെ അച്ഛ എനിക്ക് അറിയത്തില്ല. അപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ക്യാഷ് കിട്ടിയാലേ ഇവൻ എങ്ങനെ നഷ്ടപ്പെടുത്താന്ന് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു,
ദേ ഒന്നും മിണ്ടാതിരിക്കടാ. അപ്പം രേവതിയും പറഞ്ഞു അദ്ദേഹം എന്തെങ്കിലും ചെയ്യട്ടെ, സച്ചിനൊന്നും മിണ്ടാതിരിക്കുക. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, അല്ല ശ്രുതി മോളെ, നിന്നെ വിശ്വസിച്ചിട്ടല്ലേ നിന്റെ അച്ഛൻ ക്യാഷ് അയച്ചു തന്നത്. ആ ക്യാഷ് നഷ്ടപ്പെടുത്താൻ പാടില്ല. പിന്നെ ശ്രുതി നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷം മാത്രമേ ബിസിനസ് തുടങ്ങാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ? അത് അറിയാലോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അല്ല രവീന്ദ്രനല്ല ചന്ദ്ര പറഞ്ഞു, അതൊക്കെ അവനറിയാം. ദേ വ്രതം എടുത്തതോടുകൂടി തന്നെ അവന് നല്ല കാലം തുടങ്ങി. ബുദ്ധിശാലിയല്ലേ എൻ്റെ മോന്. ബിസിനസ് തുടങ്ങിയാലേ ഈ 25 ലക്ഷം രൂപ ഒറ്റ മാസം കൊണ്ട് 25 കോടിയാക്കി മാറ്റും എൻ്റെ മോന്. അപ്പൊ സച്ചി പറഞ്ഞു, അയ്യോ ദേ ഇവനുണ്ടല്ലോ ഈ 25 ലക്ഷം രൂപ ഒരു മാസം കൊണ്ട് 25 രൂപയാക്കി മാറ്റും. അതായിരിക്കും നടക്കാൻ പോകുന്നത്. ദേ സച്ചി മിണ്ടാതിരിക്കുക, ഖജിനാക്കെടുത്ത് വളയ്ക്കാതെടാ. അപ്പോഴത്തേക്കാണ് വർഷം വന്നിട്ട്, ദേ ശ്രുതി ചേച്ചി ഇങ്ങ് വന്ന് കൺഗ്രാറ്റുലേഷൻസ്, ഏതായാലും ഓൾ ദ ബെസ്റ്റ് തന്നേക്കാം. നല്ല രീതിയിൽ തന്നെ ബിസിനസ് തുടങ്ങാൻ പറ്റട്ടെ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത്, കണ്ടില്ലേ വിദ്യാഭ്യാസമുള്ളവര്, അതുപോലെ വലിയ വീട്ടിലുള്ളവര്, അതുകൊണ്ടാണ് കൈ കൊടുത്ത് കൺഗ്രാറ്റുലേഷൻസ് ഒക്കെ കൊടുത്ത് കണ്ടില്ലേ ചിലര് നോക്കി നിൽക്കുന്നുണ്ടോ വെള്ളം ഇറക്കി. അപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞത്, ദേ എന്റെ അമ്മ പറയുന്നതേ നിന്നെക്കുറിച്ച് രേവതി, നിനക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി സച്ചേട്ടാ, എല്ലാവർക്കും കൊട്ടാനുള്ള ചെണ്ടയാണല്ലോ ഞാന്. അതെ ശ്രുതി, നീ ബിസിനസ് തുടങ്ങുന്നതിൽ എനിക്ക് ഒരു വയറ്റിലെരിച്ചിലും ഇല്ല. എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. വർഷേനെ പോലെ പിന്നെ പറയാനൊന്നും എനിക്കറിയില്ല. ശരിയാ, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. പിന്നെ നിങ്ങൾ നടത്താൻ പോകുന്ന ബിസിനസ് നന്നായി വരട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, ശരി. ദേ നീ ഇവിടെ തന്നെ നിന്ന നിൽപ്പിൽ നിൽക്കാതെ നീ ചെന്ന് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തേ പെട്ടെന്ന്. രണ്ടുപേരും ഭയങ്കര ടയേർഡാ. അപ്പോഴത്തേക്കാണ് സച്ചി പറഞ്ഞത്, അയ്യോ വ്രതം 48 ദിവസമല്ലേ, നീയേ ജ്യൂസൊക്കെ ഇട്ട് കൊടുത്താൽ വ്രതം മുറിയും കേട്ടോ, വന്ന ക്യാഷ് അതേപടി തിരിച്ചു പോകും. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനല്ല ചന്ദ്ര പറഞ്ഞു, ക്യാഷ് വന്നില്ലേ, ഇനിയിപ്പം ജ്യൂസ് കുടിച്ചാലും കുഴപ്പമില്ല, ഞാൻ എടുത്തിട്ട് വരാൻ മോളെ നിനക്ക് ജ്യൂസ് എന്ന്. എന്നിട്ട് ചന്ദ്ര അകത്തേക്ക് പോയിട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി, ദേ അങ്കിളെ ഷർട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഷർട്ട് കാണിക്കുന്നത്. അപ്പൊ സച്ചി പറഞ്ഞു, എടാ ഇങ്ങ് വാടാന്ന് പറഞ്ഞ് സുധീനെ വിളിക്കുക. സുധീനെ ഇങ്ങനെ അടിമുടി നോക്കുകയാണ് കേട്ടോ. അപ്പൊ സുധി ചോദിച്ചു, അല്ല നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഓഹോ, നിന്റെ അമ്മായി അച്ഛന്റെ ക്യാഷ് നിനക്ക് വേണ്ടി നിന്റെ പേരിലാണോ അയച്ചത്, അതോ അവളുടെ പേരിലോ? അത് പിന്നെ എന്റെ പേരിൽ അയച്ചത്. അതെന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, വെറുതെ ഞാൻ ചോദിച്ചതാ. ആ, അമ്മായി അച്ഛൻ സ്വന്തം മോൾക്ക് പൈസ അയക്കാതെ നിന്റെ പേരിൽ പൈസ അയച്ചിരിക്കുന്നു. അതങ്ങൊരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ, അതെങ്ങനെ ശരിയാകും? അതെങ്ങനെ ശരിയാകുമടാ എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മുടെ സച്ചി. അപ്പോഴത്തേക്കും സുധി പറഞ്ഞു, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ പോകാൻ നോക്കാൻ പറയാ. ഏതായാലും എല്ലാവരും അകത്തേക്കൊക്കെ കയറി പോയിട്ടോ. അപ്പോഴത്തേക്കും സച്ചി ഇങ്ങനെ പുറത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും രേവതി വന്നിട്ട്, ഇതെന്താ സച്ചിയായിട്ട് ഇവിടെ നിൽക്കുന്നത്, ട്രിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പുറത്തേക്കൊന്നും പോകുന്നില്ലേ? അത് പിന്നെ രേവതി, പുറത്തേക്കൊക്കെ പോകാം, ആകെ മൊത്തത്തിൽ എനിക്കൊരു ചെറിയ സംശയം. എന്ത് സംശയം? ദേ സച്ചേട്ടാ പുറത്ത് പോകാൻ നോക്ക്. പിന്നെ ദേ ഇന്ന് ഉച്ചയ്ക്ക് ഭക്ഷണം പുറത്തുനിന്നൊന്നും കഴിക്കാൻ നിൽക്കണ്ട കേട്ടോ, വൈകിയാലും ഇങ്ങ് പോരെ, ഞാൻ ഇന്ന് അടിപൊളി കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അല്ല രേവതി, നീ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ, വീണ്ടും എന്തിനാ ചോദിക്കുന്നത്? ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ, അല്ല സോറി, ഭക്ഷണം കഴിക്കാൻ വരണമെന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ സച്ചേട്ടാ, സ്വപ്നം കാണുവാണോ? അതൊന്നും അല്ല. ശ്രുതിയുടെ അച്ഛൻ മലേഷ്യയിൽ നിന്ന് ശ്രുതിയുടെ പേരിൽ ക്യാഷ് അയച്ചെന്ന് പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് നീ എന്താ പറയുന്നത്? അതിനെക്കുറിച്ച് ഞാനിപ്പോ എന്ത് പറയാനാ? ശ്രുതിയുടെ അച്ഛൻ അവക്ക് ക്യാഷ് അയച്ചു കൊടുത്തു, സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ. ഞാനത് വിശ്വസിക്കുന്നില്ല രേവതി. ഇത്രയും നാള് അവളെ കാണാൻ വരാത്ത അച്ഛൻ, ഇത്രയും വലിയ തുക ഇതിനു മുമ്പ് അയച്ചു കൊടുക്കാത്ത ഒരച്ഛൻ ജയിലിൽ കിടക്കുമ്പോ ക്യാഷ് അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലേ അതൊക്കെ വിശ്വസിക്കാൻ വലിയ പ്രയാസമാ. അല്ല ശ്രുതി പറഞ്ഞിരുന്നല്ലോ സച്ചേട്ടാ, അവളുടെ അച്ഛൻ കോടീശ്വരനാണെന്ന്, അപ്പൊ പിന്നെ ക്യാഷ് അയക്കാലോ. ഓ ബെസ്റ്റ്. അല്ല മറ്റേ ഇളയച്ചൻ, അതെ ഇളയച്ചൻ തന്നെയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ക്യാഷ് കൊടുക്കുന്നെങ്കിൽ അന്ന് വീട്ടിൽ വന്നപ്പോ കൊടുക്കായിരുന്നില്ലേ? അദ്ദേഹം തലയും വാലും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. അല്ലാതെ ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? വേറെ ഒന്നും സംഭവിച്ചില്ല. ക്യാഷ് അയച്ചു എന്ന് പറയുന്നതിൽ എന്തോ ഒരു കള്ളത്തരവില്ല രേവതി. ഞാനത് വിശ്വസിക്കുന്നില്ല, എനിക്കത് വിശ്വസിക്കാനോട്ട് പറ്റില്ല. ഓ എന്റെ പൊന്നു സച്ചേട്ടാ, ദേ
ഞാനൊരു കാര്യം പറയട്ടെ, അതെന്തും ഏതും ആയിക്കോട്ടെ, നമ്മൾ എന്തിനാ ഇത് അന്വേഷിക്കുന്നത്? നമുക്ക് ഇതിന്റെ കാര്യം എന്താ? പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇളയച്ചനെന്ന് ക്യാഷ് കൊടുക്കാൻ തോന്നിയില്ല, അല്ലെങ്കിൽ പിന്നെ അന്ന് ഇളയച്ചൻ 25 ലക്ഷം രൂപ ശ്രുതിയുടെ പേരിൽ അച്ഛൻ ഇട്ടത് അറിഞ്ഞു കാണില്ല. അപ്പം പിന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴായിരിക്കും ഇങ്ങോട്ട് അയച്ചു കൊടുത്തത്. അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ. അതിൽ നമ്മൾ വെറുതെ എന്തിനാ സച്ചേട്ടാ തലയിടുന്നത്? അതിന്റെ കാര്യം നമുക്കില്ലെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ വീട് സച്ചേട്ടാ. സച്ചേട്ടൻ ഇപ്പം പുറത്ത് ഓട്ടത്തിന് പോയിട്ട് ബാ, ഞാൻ പറഞ്ഞല്ലോ അടിപൊളി കറിയുണ്ട്, അതുപോലെ മീൻ പൊള്ളിച്ച് വെച്ചേക്കാം, സൂപ്പറാ. സച്ചേട്ടന് ഇഷ്ടമല്ലേ മീൻ പൊള്ളിച്ചത്? അത് അടിപൊളിയായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കും. അതുകൊണ്ട് സച്ചേട്ടൻ എത്രയും പെട്ടെന്ന് പോയിട്ട് വാ സച്ചേട്ടാ. അല്ലാതെ സച്ചേട്ടൻ ഇവിടെ കിടന്ന് അതും ഇതും ഒക്കെ പറഞ്ഞ് ചേലച്ച് വെറുതെ എന്തിനാ നമ്മുടെ സമാധാനം കളയുന്നത്? അല്ല രേവതി, എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാ പറയാ? ഓ സച്ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, നിർത്ത് നിർത്ത് നിർത്ത്. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് ചളവാക്കേണ്ട കാര്യമില്ല. അവർക്ക് കിട്ടിയ പൈസ ബിസിനസ് തുടങ്ങുമോ, എന്ത് വേണമെങ്കിലും അവർ ചെയ്തോട്ടെ. എന്തെങ്കിലും കുഴപ്പം സച്ചേട്ടനുണ്ടോ? ആ, അതുകൊണ്ട് ആ കാര്യം അങ്ങ് കളഞ്ഞേരെ. നമുക്കിനി അത് മനസ്സിട്ടുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല കേട്ടോ. അങ്ങോട്ട് സച്ചേട്ടൻ പൊക്കെ. രേവതി, എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. ചിലരിലെ ചിലരുടെ അടുത്ത് നമ്മുടെ കണ്ണ് എപ്പോഴും വേണം, സംശയിക്കണം. അത് നീ മറക്കരുത്. ഇത് ഈ രണ്ട് കേടുകളും ചേർന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായ കാര്യം തന്നെയാ. ഇതൊന്ന് അന്വേഷിക്കണം. ഓ, സച്ചേൻ എന്താ പറയുന്നത്? ആ ക്യാഷ് കൊള്ളയടിച്ചതാണെന്നാണോ? ആ, അവരതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. എന്റെ സച്ചേട്ടൻ ഒന്നും മിണ്ടാതിരിക്കും, ഇതൊക്കെ അവർ കേൾക്കില്ലേ? എന്ത് കേൾക്കാന്? ദേ, ഉറപ്പായിട്ടും അത് ദേ പൗഡർ എടുത്തിട്ട് അച്ഛൻ അയച്ച ക്യാഷ് അല്ല, അതെനിക്ക് ഉറപ്പുണ്ട്. അത് 100% തന്നെ. സച്ചേട്ടാ, ശരി, ആയിക്കോട്ടെ. ക്യാഷ് അവർക്ക് കിട്ടിയത് എങ്ങനെയെങ്കിലും ആവട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ക്യാഷ് അവർക്ക് കിട്ടിയല്ലോ. അതിപ്പോ ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുക്കുവോ, അവർ കൊള്ളയടിക്കുവോ, എന്തെങ്കിലും ആട്ടെ, അത് അവരുടെ ക്യാഷ്, അവരുടെ കാര്യം. നമ്മൾ എന്തിനാ അവരെ കുറിച്ച് സംസാരിക്കുന്നത്? അവരെന്തെങ്കിലും ചെയ്യട്ടെ സച്ചേട്ടാ. ഇനിയെങ്കിലും സച്ചേട്ടനൊന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഈ വീട്ടിൽ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പൊ സച്ചേട്ടനായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കി വെക്കരുത്. ശ്രീകാന്തും വർഷയും വീട്ടിൽ വന്നതോടെ സന്തോഷത്തോടു കൂടി എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. ഇനിയിപ്പൊ നിങ്ങൾ ഈ കാര്യം ഉണ്ടാക്കി പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കല്ലേ. ഓഹോ, എന്നെ കണ്ട ഒരു പ്രശ്നക്കാരനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നും തോന്നുന്നില്ലേ? ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത സമാധാനപ്രിയനായ ഒരു അഹിംസവാദിയായിട്ടാ എനിക്കിപ്പോ നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. ഒരു 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 വടിയുടെയും അതുപോലെ തന്നെ ഒരു തോർത്തിന്റെയും ഒരു കണ്ണാടിയുടെ ഒക്കെ കുറവുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാന്ധിജി ആയേനെ. എന്റെ പൊന്ന് സച്ചേട്ടാ, ഒന്ന് സച്ചേട്ടൻ മിണ്ടാതെ പോകാൻ നോക്കാം. ഈ സമയം പോകുന്നു. ഓട്ടോ ഇല്ല സച്ചേട്ടന്? പൊക്കെ 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 പൊക്കെ, വെറുതെ ഇവിടെ നിന്ന് സമയം കളയരുത് കേട്ടോ. സച്ചേട്ടാ പോ സച്ചേട്ടാ എന്നും പറഞ്ഞ് നമ്മുടെ രേവതി സച്ചിനി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒക്കെയാണ് പറഞ്ഞു വിടുന്നത്. ഏതായാലും അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പുറത്തു പോകാതെ തിരിച്ച് വീണ്ടും അകത്തേക്ക് നുഴഞ്ഞു കയറുകയാണ് കേട്ടോ. സച്ചി പറഞ്ഞു, ഇപ്പം തൽക്കാലം എനിക്ക് ഓട്ടോ ഒന്നുമില്ല, ഞാൻ അകത്തേക്ക് കയറുകയെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകാൻ തുടങ്ങിയ സച്ചി അകത്തേക്ക് കയറിയിട്ടുണ്ട്. അടുത്ത പ്രശ്നം ഉണ്ടാക്കണ്ടേ നമ്മുടെ സച്ചിക്ക്? എങ്ങനെയെങ്കിലും ഒക്കെ നമ്മുടെ ശ്രുതിയുടെ നിലത്ത് അടിക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് അകത്തേക്ക് കയറി പോയത്. ഏതായാലും അകത്തേക്ക് കയറി പോകുന്നു. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞുള്ള സീനാട്ടോ കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഭക്ഷണമൊക്കെ റെഡിയായിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. ചന്ദ്ര, ബാ ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അയ്യോ, അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിനെയും വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേനും പാലും ഒക്കെ ഒഴുകുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറയുന്നുണ്ട് രവീന്ദ്രനോട്, അച്ഛാ, ഇന്നെന്തോ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടല്ലേ മൂത്ത മോനോടും മരുമോളോടും. അപ്പോഴത്തേക്കും എങ്ങനെ സ്നേഹം വരാതെ ഇരിക്കൂടാ? 25 ലക്ഷം അല്ലേ ഒഴുകി എത്തിയിരിക്കുന്നത്. അപ്പൊ സ്നേഹമൊക്കെ വരൂടാ എന്നിങ്ങനെ രവീന്ദ്രനും പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രുതിയും ശ്രീകാന്തും വർഷയും ഒക്കെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കാണ്, ഡാ മോനെ, ദേ 2 മുട്ടയുണ്ട് കേട്ടോ, ഇത് നീ 2ഉം കഴിക്കണേ. പിന്നെ ഇന്ന് ഉണ്ടാക്കിയേക്കുന്ന കറികളൊക്കെ അടിപൊളിയാ, ഇതൊക്കെ കഴിക്കണം കേട്ടോ. ആ ചിക്കനും ആ മീൻ പൊള്ളിച്ചതും ഒക്കെ എടുത്ത് കഴിക്ക് എന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ സച്ചി പറഞ്ഞത്, അല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, മറന്നുപോയോ വ്രതത്തിന്റെ കാര്യം? വ്രതം എടുത്തോണ്ടിരിക്കുക, അതിനിടയ്ക്കാണോ ഈ നോൺ വെജ് ഒക്കെ കൊടുക്കുന്നത്? അതും ഭാര്യ വ്രതം എടുത്തു കഴിഞ്ഞാൽ ഭർത്താവും വ്രതം എടുക്കണം എന്നല്ലേ? അല്ല, ഇതൊക്കെ മറന്നുപോയോ? 25 ലക്ഷം രൂപ ഒഴുകി എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്ന് സച്ചി ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അതൊക്കെ അറിയാഞ്ഞിട്ടാണോ ഇപ്പം മരുമോൾക്കും മോനും കൂടെ വിളമ്പി നോൺ വെജ് എല്ലാം കൂടെ കൊടുക്കുന്നത്? അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ മോനെ, എങ്കിൽ പിന്നെ നീ മുട്ട കഴിക്കേണ്ട. അതെ, മുട്ട കഴിച്ചെന്നോർത്ത് ഒരു കുഴപ്പമില്ല, ഞാൻ ഈ ചിക്കനും കരിമീനൊന്നും കഴിക്കുന്നില്ല, കരിമീൻ പൊളിച്ചൊന്നും എനിക്ക് വേണ്ട. പക്ഷെ ഈ മുട്ട നോൺ വെജിലൊന്നും പെടില്ല. ആര് പറഞ്ഞു മുട്ട നോൺ വെജിൽ പെടില്ലെന്ന്? എടാ, കോഴി
ചിക്കൻ നോൺ വെജിൽ പെടുമെങ്കിൽ ഈ മുട്ടയും നോൺ വെജിൽ തന്നെയാടാ പെടുന്നത്. എടാ മന്ദബുദ്ധി, ഇത് കഴിക്കാൻ പറ്റത്തില്ലടാ, ഇത് നോൺ വെജ് ആടാ. ഏതായാലും നമ്മുടെ ശ്രുതിക്ക് അവിടെ 2 മുട്ട മിസ്സാവുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക, നോൺ വെജ് കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ഇങ്ങനെയൊക്കെ പറിച്ച് എങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി പറയുന്നത്, നോക്കിക്കോ, കളിയാക്ക്, എല്ലാവരും കളിയാക്കിക്കോ, ഉടനെ തന്നെ ഞാനൊരു ബിസിനസ് തുടങ്ങും. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാലേ ഈ കളിയാക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, പറയും ഈ ശ്രുതി വലിയ ബിസിനസ്സുമാനാണെന്ന്. ചിലരൊക്കെ എൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി നിൽക്കും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അതിന് സുധിയേട്ടൻ ബിസിനസ് തുടങ്ങിയില്ലല്ലോ, ആദ്യം സുധിയേട്ടൻ ബിസിനസ് തുടങ്ങുക, എന്നിട്ട് അതിൽ വിജയിച്ച് കാണിക്കുക, എന്നിട്ട് പോരെ. എന്തിനാ വെറുതെ ഇതൊക്കെ ഇപ്പം പറയുന്നത്? പറയൂടാ, ഞാൻ പറയൂടാ. നിങ്ങൾക്ക് ആർക്കും വിശ്വാസം ഇല്ലെങ്കിലും എൻ്റെ അമ്മായി അച്ഛൻ എന്നെ വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അമ്മായി അച്ഛൻ എൻ്റെ ഇളയച്ചൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് ഇളയച്ചൻ എനിക്ക് പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നത്. അപ്പൊ ഇത് കേട്ടത് നമ്മുടെ സച്ചിൻ, ഇളയച്ചൻ ഇവന്റെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തെന്നോ? അല്ല, ഇവൻ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ശ്രുതിയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തെന്നല്ലേ? ഇതെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിലൊരു പൊരുത്തക്കേടുണ്ടല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കാൻ കേട്ടോ. അപ്പൊ ആ ഒരു സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷം തന്നെയാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. നമ്മുടെ ശ്രുതിയുടെയും കള്ളത്തരങ്ങളൊക്കെ സച്ചിക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം സച്ചിയും കുറച്ച് കള്ളത്തരമൊക്കെ കാണിക്കാൻ പഠിച്ചവനൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഒരു കള്ളത്തരം കാണിക്കുന്നവരെ വേറൊരു കള്ളത്തരം കാണിക്കുന്നവനല്ലേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ അങ്ങോട്ടേക്കുള്ള ഓരോരോ കള്ളത്തരങ്ങളും പൊളിഞ്ഞ് വീഴാൻ പോവാണ്. ശ്രുതി ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്ന കൊട്ടാരം പോലെ ചീട്ട് കൊട്ടാരം പോലെ കൂട്ടി വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം ഒരു ചീട്ടെടുത്താൽ മതി, ബാക്കിയെല്ലാം പൊളിഞ്ഞ് താഴെ കിടക്കും. അപ്പൊ അതിലേക്കുള്ള പോക്കൊക്കെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഈ ആഴ്ച കാണാൻ പോകുന്നത്. അപ്പൊ നെക്സ്റ്റ് വീക്ക് പ്രമോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. അടിപൊളി വിശേഷമാണ് കേട്ടോ നമ്മൾ നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഈ ആഴ്ചയിലെ ഫുൾ വിശേഷം. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.